നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പാകിസ്ഥാന് വേണ്ടി അവൾ ചെയ്ത ആ നീചപ്രവൃത്തിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ. ജ്യോതി മൽഹോത്രയുടെ ചാരപ്രവൃത്തിയെക്കുറിച്ച് വ്യക്തമാക്കുന്ന വീഡിയോ സഹിതം പുറത്തു വന്നിരിക്കുന്നു. പാകിസ്ഥാൻ സന്ദർശനത്തിനിടെ തന്റെ ചുറ്റും തോക്കുധാരികളായിട്ടുള്ള പലരും ഉണ്ടായിരുന്നുവെന്നും അതൊക്കെ വ്യക്തമാക്കുന്ന വീഡിയോയാണ് പുറത്തു വന്നിരിക്കുന്നത്. ജ്യോതി മൽഹോത്രയുടെ ചുറ്റിലുമായിട്ട് തോക്കുധാരികളായിട്ടുള്ള ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ള ഒരു ദൃശ്യം തെളിവായിട്ട് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. സ്ക്വാട്ടിഷ് പൗരനായിട്ടുള്ള കല്ലം മില്ലിന്റെ വ്ലോഗിലാണ് ഈ പറയുന്നത് പോലെയുള്ള ഒരു സംഭവം കുടുങ്ങിയത്, ഒരു വീഡിയോ ലഭിച്ചത്. ആ വ്ലോഗിൽ ഈ ജ്യോതി മൽഹോത്രയെയും അവർക്ക് ചുറ്റിലുമുണ്ടായിരുന്ന ഈ തോക്കുധാരികളെയും ഒക്കെ കൃത്യമായിട്ട് കാണാം. തോക്കുധാരികളുടെ സംരക്ഷണയിലായിരുന്നു ജ്യോതി മൽഹോത്ര യാത്രകൾ നടത്തിയത് എന്നതാണ് ഈ ദൃശ്യങ്ങൾ വെളിപ്പെടുത്തുന്നത്. ലാഹോറിലെ അനാർക്കലി മാർക്കറ്റിൽ വ്ലോഗ് ചെയ്യുകയായിരുന്ന കല്ലം മില്ലിന്റെ വ്ലോഗിലാണ് ഇത്തരത്തിലൊരു സന്ദർഭം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനിടെ ജ്യോതി മൽഹോത്രയെ ഇവർ കണ്ടുമുട്ടിയതാണ് ഈ ഒരു വീഡിയോ ഇതിൽ പെടാനുള്ള കാരണം. ഇരുവരും പരസ്പരം അല്പനേരം സംസാരിക്കുന്നതും വ്ലോഗിൽ കാണാൻ സാധിക്കും. ഇതിനിടയിലാണ് തോക്കുധാരികൾ ജ്യോതി മൽഹോത്രയുടെ ചുറ്റും നിൽക്കുന്നതും ജ്യോതിക്ക് വഴി കാട്ടി കൊടുക്കുന്നതുമൊക്കെ വീഡിയോയിൽ കാണാൻ സാധിച്ചത്. തന്റെ വ്ലോഗിൽ ജ്യോതിക്ക് ചുറ്റും തോക്കുധാരികളായ 6 പേർ ഉള്ളതായും ഇവർക്ക് സുരക്ഷ ഉള്ളതായി തനിക്ക് തോന്നുന്നതായിട്ടുമൊക്കെ കല്ലം മിൽ വ്യക്തമാക്കി വ്ലോഗിൽ പറയുന്നുണ്ട്. ജ്യോതി മൽഹോത്ര അടക്കം 12 പേരെയാണ് രാജ്യത്തിനായി പല ഭാഗങ്ങളിൽ നിന്നായി പോലീസ് ചാരവൃത്തി നടത്തിയെന്നതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്തിരുന്നത്. ട്രാവൽ വിത്ത് ജോ എന്ന യൂട്യൂബ് ചാനലിലാണ് ജ്യോതി മൽഹോത്ര തന്റെ ട്രാവൽ വ്ലോഗുകൾ അപ്ലോഡ് ചെയ്തിരുന്നത്. ജ്യോതി മൽഹോത്ര പഹൽഗാം ആക്രമണത്തിന് മുൻപ് നിരവധി തവണ പാകിസ്ഥാൻ സന്ദർശിച്ചതായിട്ട് ഇത്തരത്തിലുള്ള വ്ലോഗുകളിലൂടെ കണ്ടെത്തിയിരുന്നു. സമൂഹ മാധ്യമങ്ങളിലെ ഇൻഫ്ലുവൻസേഴ്സിനെ ലക്ഷ്യമിടുന്നതിന്റെ ഭാഗമായിട്ട് പാകിസ്ഥാൻ ഇന്റലിജൻസ് ജ്യോതി മൽഹോത്രയെ റിക്രൂട്ട് ചെയ്യാൻ പദ്ധതിയിട്ടിട്ടുള്ളതായിട്ടുള്ള വിവരങ്ങളും ഇത്തരത്തിലുള്ള വിവരങ്ങളൊക്കെ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇവർക്കെതിരെയുള്ള ഒരു നടപടി ഉണ്ടായത്. പാകിസ്ഥാൻ ഇന്റലിജൻസ് ഏജന്റുമാരുമായിട്ട് തനിക്ക് ബന്ധമുണ്ടായിരുന്നു എന്നത് ജ്യോതി മൽഹോത്ര തന്നെ പിന്നീട് സമ്മതിച്ചതൊക്കെ നമ്മൾ കണ്ടതാണ്. പാകിസ്ഥാൻ ഹൈക്കമ്മീഷൻ ഉദ്യോഗസ്ഥൻ ഡാനിഷുമായിട്ട് നിരന്തരം താൻ ബന്ധപ്പെട്ടിരുന്നു എന്നും ജ്യോതി മൽഹോത്ര ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചതായിട്ടുള്ള വിവരങ്ങൾ വൃത്തങ്ങളെ ഉദ്ധരിച്ച റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. പാകിസ്ഥാനിലേക്ക് യാത്ര ചെയ്യുന്നതിനുള്ള വിസ ആവശ്യത്തിനായിട്ട് ഹൈക്കമ്മീഷൻ ഓഫീസിൽ 2023 എത്തിയപ്പോഴാണ് ആദ്യമായി ഡാനിഷിനെ പരിചയപ്പെട്ടതെന്നും ചോദ്യം ചെയ്യലിൽ ജ്യോതി മൽഹോത്ര മൊഴിയായി നൽകിയിട്ടുണ്ട്. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ മെയ് 13 ഇന്ത്യ പുറത്താക്കിയ ഉദ്യോഗസ്ഥരിൽ ഒരാളാണ് ഈ പറയുന്ന ഡാനിഷ്. പാകിസ്ഥാൻ സന്ദർശനത്തിനിടെ ഡാനിഷിന്റെ പരിചയക്കാരനായിട്ടുള്ള അലി ഹസനെ പരിചയപ്പെട്ടു എന്നും അയാൾ വഴിയാണ് താമസവും യാത്രയും തരപ്പെടുത്തിയതെന്നാണ് ജ്യോതി മൽഹോത്ര ചോദ്യം ചെയ്യലിനിടെ മൊഴിയെ ഉദ്യോഗസ്ഥരോട് പറഞ്ഞത്. പാകിസ്ഥാൻ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരെന്ന് കരുതുന്ന ഷാക്കിർ റാണ എന്നിവരെ അലി ഹസൻ പരിചയപ്പെടുത്തിയെന്നും ജ്യോതി ചോദ്യം ചെയ്യലിലൂടെ വെളിപ്പെടുത്തിയിരുന്നു. ഷാക്കിറിന്റെ ഫോൺ നമ്പർ ജാറ്റ് രാഘവ എന്ന പേരിലാണ് ഫോണിൽ ഇവർ സേവ് ചെയ്തതെന്നും സംശയത്തിന് ഇടവരാതിരിക്കാനാണ് ഇത്തരത്തിലൊരു നടപടി ചെയ്തതെന്നും ജ്യോതി അന്വേഷണ ഉദ്യോഗസ്ഥരോട് ഏറ്റുപറഞ്ഞതാണ്. ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയ ശേഷവും പാകിസ്ഥാനി ഇന്റലിജൻസ് ഏജന്റുമായിട്ട് ബന്ധം സ്ഥാപിച്ചതാണ് താൻ ചെയ്തിരുന്നത് എന്നും വാട്സപ്പ്, സ്നാപ്ചാറ്റ്, ടെലഗ്രാം ആപ്പുകൾ വഴി എൻക്രിപ്റ്റഡ് സന്ദേശങ്ങൾ താൻ കൈമാറിയിരുന്നുവെന്നും ജ്യോതി പിന്നീട് ഉദ്യോഗസ്ഥരോട് വെളിപ്പെടുത്തേണ്ടുന്ന സാഹചര്യങ്ങൾ വന്നു. അതേസമയം ഇന്ത്യൻ വ്യോമസേനയുമായി ബന്ധപ്പെട്ടും ബോർഡ് സെക്യൂരിറ്റി ഫോഴ്സുമായി ബന്ധപ്പെട്ടുള്ള സുപ്രധാന വിവരങ്ങൾ പാകിസ്ഥാനി ഏജന്റിന് കൈമാറി എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നിരവധി ആളുകളെയാണ് ഈ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളിലായിട്ട് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിലൊരാൾ എന്ന് പറയുന്നത് ഗുജറാത്ത് സ്വദേശിയായിട്ടുള്ള ഒരു വ്യക്തിയാണ്. കാശ്മീരിലെ താമസക്കാരനും ആരോഗ്യ പ്രവർത്തകനുമായ സഹദേവ് സിംഗ് ഗോഹിൽ എന്ന് പറയുന്ന 28 വയസ്സുകാരനെയാണ് ഇത്തരത്തിൽ ഗുജറാത്തിൽ നിന്ന് പിടിച്ചെടുക്കുന്നത്. പുതിയതായി നിർമ്മിച്ചതും നിർമ്മാണത്തിലിരിക്കുന്നതുമായിട്ടുള്ള വ്യോമസേനയുടെ BSFന്റെയും സൈറ്റുകളുടെ ഫോട്ടോകളും വീഡിയോകളും ഇയാൾ ഏജന്റിന് അയച്ചു കൊടുത്തു എന്നതാണ് ഗുജറാത്ത് ഭീകരവിരുദ്ധ സ്ക്വാഡ്, അതായത് ATS സീനിയർ ഓഫീസർ കെ സിദ്ധാർത്ഥ് വ്യക്തമാക്കി പറഞ്ഞിരിക്കുന്നത്. പാകിസ്ഥാനി ഏജന്റിന് BSFുമായി ബന്ധപ്പെട്ട വിവരങ്ങളും വ്യോമസേനയുടെ വിവരങ്ങളുമൊക്കെ ഇയാൾ പങ്കുവച്ചിട്ടുണ്ട് എന്നതും പിന്നീട് കണ്ടെത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ്, ഈ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് മെയ് 1 ഗോഹിലിനെ വിളിച്ചു വരുത്തുകയും ചോദ്യം ചെയ്യുകയും ചെയ്തത്. വ്യോമസേനയുടെയും BSFന്റെയും സൈറ്റുകളുടെ ഫോട്ടോകളും വീഡിയോകളും ഏജന്റ് ഇയാളോട് ആവശ്യപ്പെട്ടതായി കണ്ടെത്തുകയും പിന്നീട് ഇയാൾക്കെതിരെ നടപടികൾ സ്വീകരിക്കുകയുമായിരുന്നു. 2023 വാട്സപ്പ് വഴിയാണ് സഹദേവ് സിംഗ് ഗോഹിൽ അദിതി ഭരദ്വാജ് എന്ന് സ്വയം
സ്വയം പരിചയപ്പെടുത്തിയിട്ടുള്ള ഏജന്റുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്നത്. 2025 തുടക്കത്തിൽ ഗോഹിൽ തന്റെ ആധാർ കാർഡ് ഉപയോഗിച്ച് ഒരു സിം കാർഡ് വാങ്ങുകയും ചെയ്തു. ആ നമ്പറിൽ അതിഥി ഭരദ്വാജുമായിട്ട് ഒരു OTP, അതായത് ഒറ്റത്തവണ പാസ്വേഡ് OTP സഹായത്തോടെ വാട്സപ്പ് സജീവമാക്കുകയും ചെയ്തു. അതിനുശേഷം BSFുമായിട്ടും വ്യോമസേനയുമായിട്ടും ബന്ധപ്പെട്ട എല്ലാ ഫോട്ടോകളും വീഡിയോകളും ആ നമ്പറിലേക്ക് പങ്കിടുന്നത് പതിവാക്കുകയായിരുന്നു. വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ഗോഹിൽ ഉപയോഗിച്ച നമ്പറുകൾ പാകിസ്ഥാനിൽ നിന്നാണ് പ്രവർത്തിച്ചിരുന്നത് എന്ന ഫോറൻസിക് പരിശോധനയിൽ പിന്നീട് കണ്ടെത്തുകയാണ് ചെയ്തത്. പേര് വെളിപ്പെടുത്താത്ത ഒരാൾ ഗോഹിലിന് 40,000 രൂപ പണമായി നൽകിയതായിട്ടും അധികൃതർ പറയുന്നുണ്ട്. അതേസമയം ചാരവൃത്തി കേസിൽ അറസ്റ്റിലായിട്ടുള്ള യൂട്യൂബർ ജ്യോതി മൽഹോത്ര പുരി ജഗന്നാഥ് ക്ഷേത്രത്തിലേക്കും ഉജ്ജയിനിയിലെ മഹാകാലേശ്വർ ക്ഷേത്രത്തിലേക്കും നടത്തിയ സന്ദർശനങ്ങളെക്കുറിച്ച് വിശദമായിട്ടുള്ള അന്വേഷണം നടത്താനൊക്കെ ഒഡീഷയിലെയും മധ്യപ്രദേശിലെയും പോലീസ് ആ സമയം തന്നെ പ്രവർത്തനം ആരംഭിക്കുകയായിരുന്നു. ജ്യോതി 2024 ഒഡീഷയിലെ പുരി ജഗന്നാഥ ക്ഷേത്രം സന്ദർശിച്ചതിന്റെ തെളിവുകളുണ്ട്. ആ സമയത്ത് ക്ഷേത്രത്തിന് മുകളിലൂടെ അവർ ഡ്രോൺ പറത്തി എന്ന ആരോപണത്തെക്കുറിച്ച് വിശദമായ അന്വേഷണങ്ങളിലേക്കൊക്കെ പോലീസ് ആ അടുത്ത സമയത്ത് തന്നെ കടക്കുകയുണ്ടായി. ഡ്രോൺ പറത്തുന്നതിന് നിരോധനമുള്ള മേഖലയാണ് പുരി ക്ഷേത്ര പരിസരം. കഴിഞ്ഞ കൊല്ലം ഏപ്രിലിൽ ജ്യോതി മധ്യപ്രദേശിലെ ഉജ്ജയിനിയിലെ മഹാകാലേശ്വർ ക്ഷേത്രത്തിലും എത്തിയിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലും വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലും ഒക്കെ നടന്നിട്ടുണ്ട്. മധ്യപ്രദേശ് പോലീസിന്റെ 5-അംഗ സംഘമാണ് ഇതിന്റെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണങ്ങളൊക്കെ നടത്തിയിരുന്നത്. നിലവിൽ ഇത്തരത്തിൽ കസ്റ്റഡിയിൽ കഴിയുന്ന ജ്യോതിക്കെതിരെ നിരവധി ഗുരുതരമായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഇതിനിടയിലാണ് ഇപ്പോൾ ജ്യോതിയെ സംരക്ഷിക്കാൻ ചുറ്റിലുമായിട്ട് തോക്കുധാരികളായിട്ടുള്ള നിരവധി ആളുകൾ ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന ചില വീഡിയോകൾ കൂടെ പുറത്തു വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യക്കുള്ളിൽ നിന്ന് തന്നെ ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്ന നിരവധി ആളുകളുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള നടപടികളും ഒക്കെയാണ് ദിവസവും പുറത്തു വരുന്നത്. ഇന്ത്യക്കെതിരെയും ഭീകരവാദത്തിനെ സപ്പോർട്ട് അവർക്കൊക്കെ കൃത്യമായിട്ടുള്ള നടപടികളും മറുപടിയും ഇന്ത്യ നൽകുമെന്നുള്ളത് വ്യക്തമാണ്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ജ്യോതി മൽഹോത്രയെ അടക്കം നിയമ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് കസ്റ്റഡിയിലെടുത്തു എന്നുള്ള വിവരം. എന്തായാലും ഇവരുമായി ബന്ധപ്പെട്ടുള്ള ചില വീഡിയോകളൊക്കെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുകയാണ്. അതിൽ ജ്യോതി മൽഹോത്രയെ സംരക്ഷിക്കാൻ നിരവധി തോക്കുധാരികൾ കൂടെ ഉണ്ടായിരുന്നു എന്നതടക്കമുള്ള വിവരങ്ങളാണ് കാണാൻ സാധിക്കുന്നത്.